ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ SCERT സീരീസിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും അതുപോലെ ബേസിക് സയൻസും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പാർട്ട് 2 നോക്കാനുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. പാർട്ട് 1 നമുക്ക് ഇവിടെ 6 ചാപ്റ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അറിയാത്ത എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് പഠിക്കണേ. ഒരു പ്രാവശ്യം ക്ലാസ് കണ്ടിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്ത് തന്നെ നോട്ട് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് പിന്നെയും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുക, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് പിന്നെയും ഇരുന്ന് കാണുക, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമിന് മുന്നായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ആ നോട്ട് ബുക്കിൽ നമ്മൾ എഴുതിയ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കുമെന്നാണ് നമുക്ക് നമ്മുടെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ കഴിയൂലേ. നമുക്കറിയാത്ത മറ്റു കാര്യങ്ങൾ, മറ്റു സബ്ജക്റ്റൊക്കെ നമുക്ക് പഠിക്കാൻ ടൈം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് നമ്മുടെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായി ഒന്ന് കമന്റ് ചെയ്യണേ. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. മധ്യകാല ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാലഘട്ടം എന്നതെന്താണ്? CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ ഹെഡിങ് നോക്കാം, ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ. ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭൂപടത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്? സിന്ധു ഗംഗ സമതലമുണ്ട്. അതുപോലെ ഡൽഹിയുടെ വടക്കു ഭാഗത്തായിട്ടാണ് വടക്കു കിഴക്കു ഭാഗത്തായിട്ടാണ് നമുക്ക് സിന്ധു ഗംഗ സമതലം കാണാൻ കഴിയുന്നത്. അതുപോലെ ഡൽഹിയുടെ തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് യമുനാ നദി കാണാം അല്ലേ. അതുപോലെ എന്താണ്, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആരവല്ലി പർവ്വതവും കാണാൻ കഴിയുന്നുണ്ട്. സിന്ധു ഗംഗ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് കണ്ടല്ലോ. ഈ പ്രദേശത്തെ ഫലഭൂഷ്ഠത കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭൂപടത്തിൽ ആരവല്ലി പർവ്വത നിരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഈ പർവ്വത നിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു. അപ്പോൾ ഡൽഹിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വൻമതിൽ പോലെ നിൽക്കുകയാണ് അല്ലേ നമ്മുടെ ആരവല്ലി പർവ്വത നിരകൾ. അതെന്താണ്? ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു എന്നാണ് പറയുന്നത്. ആരവല്ലി പർവ്വത നിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. യമുനാ നദി ജലഗതാഗതത്തെ സഹായിച്ചതിനോടൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത് എന്നാണ് പറയുന്നത്. എന്താണ്? ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. അതുപോലെ യമുനാ നദി ജലഗതാഗതത്തെ സഹായിച്ചതിനോടൊപ്പം ഡൽഹിക്ക് ആവശ്യമായിട്ടുള്ള ജലം ഉറപ്പുവരുത്തി. ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത്. അടുത്ത ഹെഡിംഗ് ആണ് ഡൽഹി അധികാര കേന്ദ്രം. CE 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അക്കാലത്ത് ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് എന്ത്? മധ്യകാലഘട്ടം നമ്മൾ പറഞ്ഞു. CE 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അക്കാലത്ത് ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? തൊമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് ദില്ലിക എന്ന പേരിലാണ്. തൊമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ ഡൽഹിയിൽ ഭരണാധികാരികളായി. ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അപ്പോൾ ചൗഹാൻ വംശമാണ് എന്ത്? തൊമര രാജാക്കന്മാർക്ക് ശേഷം ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവരാണ് ഡൽഹിയിലെ ഭരണാധികാരികളായത്. ഈ ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരി ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. അദ്ദേഹത്തെ കീഴടക്കി ഗോറിലെ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ആട്ടോ ഗോർ എന്ന് പറയുന്നത്, ഗോറിലെ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഗോറിലെ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സേനാ നായകനായിരുന്നു കുത്ബുദ്ദീൻ ഐബക്ക്. അപ്പോൾ ഈ മുഹമ്മദിൻ്റെ സേനാ നായകനായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക്. ഗോറിലെ മുഹമ്മദിന്റെ മരണശേഷം CE 1206 കുത്തുബുദ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അതപ്പോൾ ആർക്ക് ശേഷമാണ്?
മുഹമ്മദിന് ശേഷം, ഗോറിലെ മുഹമ്മദിന് ശേഷം കുതുബുദ്ദീൻ ഐബക്ക് എന്താണ് 1206 ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ രാജവംശം മംലൂക്ക് വംശം അല്ലെങ്കിൽ അടിമ വംശം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കുതുബുദ്ദീൻ ഐബക്കിന്റെ രാജവംശം എങ്ങനെയാണ് അറിയപ്പെട്ടത്? മംലൂക്ക് വംശം അല്ലെങ്കിൽ അടിമ വംശം. ഇനി മംലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. CE 1206 മുതൽ CE 1526 വരെ എന്നാണ്. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാരെന്നും ഈ കാലം സൽത്താനത്ത് എന്നും അറിയപ്പെട്ടു. അപ്പോൾ 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവരെയാണ് സുൽത്താൻമാരെന്നും ഈ കാലം സൽത്തനത്ത് കാലം എന്നും അറിയപ്പെടുന്നു. ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് രജപുത്രർ. മധ്യേന്ത്യയിലെയും വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രർ. ഇവരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹന്മാരും. അപ്പോൾ തൊമരന്മാരും ചൗഹന്മാരും മധ്യേന്ത്യയിലെയും വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. രജപുത്രർ എന്നാണ് ഇവരെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സൽത്തനത്ത് കാലഘട്ടം അല്ലെ, സുൽത്താൻമാർ ഭരിച്ചിരുന്നത് സൽത്തനത്ത് കാലഘട്ടത്തിലായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാന ഭരണാധികാരികളായിരുന്നവരുടെ ക്രമമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരെയും മംലൂക്ക് വംശം, അതുപോലെ അത് കഴിഞ്ഞ് ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, അത് കഴിഞ്ഞ് ലോധി വംശം. ആരൊക്കെയാണ് മംലൂക്ക് വംശത്തിലെ അടിമ വംശം അല്ലെ? മംലൂക്ക് വംശം. ഈ ഒരു വംശത്തിന് തുടക്കം കുറിച്ചത് തന്നെ കുതുബുദ്ദീൻ ഐബക്കാണ് അല്ലേ. അതിനുശേഷമുള്ള പ്രധാന ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ്, പിന്നെ ബാൽബൻ. ഇനി അടുത്തത് ഗൽജി വംശമാണ് കൊടുത്തിട്ടുള്ളത്. ഗൽജി വംശത്തിൽ ആരായിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരി? അലാവുദ്ദീൻ ഗൽജി ആണ് അല്ലേ. പിന്നെ തുഗ്ലക് വംശം കൊടുത്തിട്ടുണ്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക്കും അതുപോലെ ഫിറോസ് ഷാ തുഗ്ലക്കും. തുഗ്ലക് വംശത്തിൽ ആരൊക്കെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും. ഇനി സയ്യിദ് വംശത്തിലെ ഗിസിർ ഖാനാണ് കൊടുത്തിട്ടുള്ളത്. സയ്യിദ് വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ഗിസിർ ഖാൻ. ഇനി ലോധി വംശം. ലോധി വംശം ഇബ്രാഹിം ലോധിയാണ്. ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയാണ് പ്രധാന ഭരണാധികാരി. അപ്പോൾ ഡൽഹിയിൽ ഇവർ ഭരണം ആരംഭിച്ചു അല്ലേ. എന്നാൽ ഡൽഹിയിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഇവരുടെ ഈ സുൽത്താൻമാരുടെ ഭരണം എങ്ങനെ വ്യാപിച്ചു എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. കുതുബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയത് ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. തന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിതൽ എന്നിവയായിരുന്നു ആ നാണയങ്ങൾ. ഏതൊക്കെയായിരുന്നു? തങ്ക, ജിതൽ എന്നാണ് ഈ നാണയത്തിന് പറയുന്ന പേര്. അപ്പം എന്താണ് ഇൽത്തുമിഷ് എന്താ ചെയ്തത്? തൻ്റെ ബംഗാളും ലാഹോറും മുൾട്ടാനും കീഴടക്കി. തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ ഇദ്ദേഹം നടപ്പിലാക്കി. അദ്ദേഹം കൊണ്ടുവന്ന നാണയങ്ങൾ ഏതൊക്കെയാണ്? തങ്ക, ജിതൽ. തങ്ക, ജിതൽ എന്നിവയായിരുന്നു ആ നാണയങ്ങൾ. ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇൽത്തുമിഷിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളെ കാണിക്കാനുള്ള ഒരു ഭൂപടമാണ്. ഈ ഒരു ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുള്ളത് ആ പ്രദേശങ്ങളാണ്. മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെയാണ് അദ്ദേഹം ഇൽത്തുമിഷ് കീഴടക്കിയിരുന്നത്. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് സുൽത്താന റസിയ. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷിന്റെ മകളായിരുന്നു റസിയ. ചില പ്രഭുക്കന്മാർ എതിരായതോടെ സുൽത്താന റസിയക്ക് അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു ഈ സുൽത്താന റസിയ. ഇവരുടെ ഭരണത്തിൽ എന്താണ് ചില പ്രഭുക്കന്മാർ എതിരായതോടെ ഇവർക്ക് സുൽത്താന റസിയക്ക് അധികാരം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പോയിന്റ് എന്നാണ്, ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സുൽത്താന റസിയ. ഇൽത്തുമിഷിന്റെ മകളായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷ് ഏത് രാജവംശത്തിൽപ്പെട്ടതായിരുന്നു? അടിമ രാജവംശം അല്ലെങ്കിൽ മംലൂക്ക് വംശത്തിൽപ്പെട്ടതായിരുന്നു ഇൽത്തുമിഷും അതുപോലെ കുതുബുദ്ദീൻ ഐബക്കും. പിന്നെ ആരാണ്? ബാൽബൻ. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ബാൽബൻ ആയിരുന്നു കേട്ടോ. അടുത്തൊരു ഹെഡിങ് ആണ് സൽത്തനത്തിന്റെ വ്യാപനം. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ഗൽജി വംശമായിരുന്നു. ഗൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഗൽജി. അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായത്. അപ്പോൾ ആരാണ്? മംലൂക്ക് വംശത്തിന് ശേഷം ഗൽജി വംശമാണ് വന്നത്. അതിലെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഗൽജിയാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്താണ് തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന്റെ കീഴിലായി.
ഗുജറാത്ത് ആയിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ അധീനതയിലായത്. പിന്നെന്താണ്, ഒരു ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഈ ഒരു ഭൂപടത്തിൽ കൊടുത്തിട്ടുള്ളത്? അലാവുദ്ദീൻ ഖൽജിയുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സൈനിക നീക്കങ്ങളാണ് അടയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഭൂപടം നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ഒരു അലാവുദ്ദീൻ ഖൽജിയുടെ അധികാരം എന്താണ്? ഇന്ത്യയുടെ തെക്കു ഭാഗത്തേക്ക്, അതായത് ഡൽഹിയുടെ തെക്കു ഭാഗത്തേക്കും അതുപോലെ ഗുജറാത്ത്, അതുപോലെ ദക്ഷിണേന്ത്യയിലേക്കൊക്കെ ഇവരുടെ അധികാരം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള ഭൂപടത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എന്താണ്, ഖൽജി വംശത്തിന് ശേഷമുള്ള പിന്നെ തുടർന്ന് വന്ന വംശമാണ് തുഗ്ലക് വംശം. ഈ ഒരു വംശം ആയപ്പോഴേക്കും എന്താണ്, ഇന്ത്യയിൽ ഉടനീളം ഇവരുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ അധികാരം വ്യാപിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. വളരെ കുറഞ്ഞ പ്രദേശങ്ങളൊഴികെ ഇന്ത്യയിലെ ബാക്കി എല്ലാ പ്രദേശങ്ങളും നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. ഗുജറാത്ത് കീഴടക്കിയതോടെ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിലായി. ഇറാഖിൽ നിന്ന് ഈ തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഈ സൈന്യത്തിന്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖൽജി തന്റെ നിയന്ത്രണത്തിലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുജറാത്ത് കീഴടക്കിയതോടെ തുറമുഖങ്ങളൊക്കെ അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിലായി. ഇറാഖിൽ നിന്നും ഈ തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഇദ്ദേഹത്തിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഈ സൈന്യത്തിന്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള എല്ലാ പ്രദേശങ്ങളും അലാവുദ്ദീൻ ഖൽജി തന്നെ നിയന്ത്രണത്തിലാക്കി. ഇനി കൊടുത്തിട്ടുള്ള ഹെഡിങ് ആണ് ഡൽഹി മുഗൾ ഭരണത്തിൽ 1526 ഏപ്രിൽ 26 ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ കാബൂൾ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ്. കാബൂളിലെ ഭരണാധികാരി ബാബറുടെയും സൽത്തനത്ത് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ഡൽഹി പിടിച്ചെടുത്തു. പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചതിനാൽ ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായി. സൽത്തനത്ത് ഭരണം അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമാക്കി ബാബർ തുടക്കം കുറിച്ച ഭരണം മുഗൾ ഭരണം എന്നറിയപ്പെടുന്നു. അപ്പം എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? 1526 ഏപ്രിൽ 26 നടന്ന ഒരു യുദ്ധത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ, അതായത് കാബൂളിലെ ഭരണാധികാരി ബാബറുടെയും സൽത്തനത്ത് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ അവിടെ അധികാരം സ്ഥാപിച്ചു. പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചതിനാൽ ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായി. സൽത്തനത്ത് ഭരണം അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമാക്കി ബാബർ തുടക്കം കുറിച്ച ഭരണം മുഗൾ ഭരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ ആരെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ ഭരണാധികാരിയായത്? സൽത്തനത്ത് ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധി വംശത്തിൽപ്പെട്ട ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പോൾ ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ പാനിപ്പത്ത് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1526 ഏപ്രിൽ 26 ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് ആരാണ് അധികാരത്തിലേറിയത്? ബാബറാണ്. മുഗൾ ഭരണം സ്ഥാപിതമായത് ഏത് യുദ്ധത്തിന്റെ ഫലമായിട്ടാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഏതാണ് ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യണേ, 1526 ഏപ്രിൽ 26. ഇനി ഇവിടെ മുഗൾ ഭരണാധികാരികളുടെ ഓരോ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും കാലഘട്ടമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ബാബർ 1526 അധികാരത്തിലേറി. ഇനി 1530 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണം. ഈ ബാബറിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഹ്യൂമയൂൺ ആണ് അധികാരത്തിലേറുന്നത്. 1530 മുതൽ 1540 വരെയും പിന്നെ 1555 മുതൽ 1556 വരെയായിരുന്നു ഹ്യൂമയൂണിന്റെ ഭരണകാലഘട്ടം. 1540 കനൗജിൽ വെച്ചിട്ട് സുരി രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ഷേർഷാ സുരി നമ്മുടെ ഹ്യൂമയൂണിനെ പരാജയപ്പെടുത്തുകയാണ്. ശേഷം 1545 വരെ ഷേർഷാ സുരിയാണ് ഡൽഹി ഭരിച്ചത്. ഇദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1555 പേർഷ്യയുടെ സഹായത്തോടെ നമ്മുടെ ഹ്യൂമയൂൺ പിന്നീട് അധികാരത്തിലേക്ക് വരികയാണ്. പിന്നീട് 1555 മുതൽ 1556 വരെയാണ് ഹ്യൂമയൂൺ ഡൽഹി ഭരിച്ചത്. അതിനുശേഷം അക്ബറാണ് വരുന്നത്. 1556 മുതൽ 1605 വരെയാണ് അക്ബറിന്റെ കാലഘട്ടം.
അക്ബറിന് ശേഷം ജഹാംഗീർ ആണ് ഭരണം നടത്തിയിരുന്നത് 1605 മുതൽ 1627 വരെ. അതിനുശേഷം ഷാജഹാനാണ് 1627 മുതൽ 1658 വരെയാണ് ഷാജഹാൻ ഭരിച്ചത്. ഇനി ഷാജഹാന് ശേഷം ഔറംഗസേബാണ് 1658 മുതൽ 1707 വരെ. ഔറംഗസേബാണ് ഡൽഹി ഭരിച്ചത്. ബാബർ തുടക്കം കുറിച്ച മുഗൾ ഭരണം പിൽക്കാലത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബർ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹം വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു. ഇതിനുവേണ്ടി വ്യത്യസ്തമായ ഒരു രീതി സ്വീകരിച്ചു. മൻസബ്ദാരി സമ്പ്രദായം എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ബാബർ കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേകമായ ഒരു സമ്പ്രദായമാണ് മൻസബ്ദാരി സമ്പ്രദായം. എന്താണിത്? ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു. രാജ മാൻസിംഗ്, രാജ തോഡർമാൾ, ബീർബൽ, രാജ ജയ്സിംഗ് തുടങ്ങിയവർ മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ വഹിച്ച രജപുത്രരായിരുന്നു. ആരൊക്കെയാണ്? രാജ മാൻസിംഗ്, രാജ തോഡർമാൾ, ബീർബൽ, രാജ ജയ്സിംഗ് തുടങ്ങിയവരാണ് മുഗൾ ഭരണത്തിലെ പ്രധാന പദവികൾ വഹിച്ച രജപുത്രന്മാർ. ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഷേർഷാ സൂരി. CE 1540 മുതൽ CE 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമായി ഭരിച്ചത് സൂർ വംശത്തിലെ ഷേർഷാ സുരിയായിരുന്നു. മുഗൾ ഭരണാധികാരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് ഇദ്ദേഹം അധികാരത്തിലെത്തിയത്. ഷേർഷാ സുരിയുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് CE 1555 ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരണാധികാരിയായിരുന്നു ഷേർഷാ സൂരി. സൂരി വംശത്തിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. 1540 മുതൽ 1545 വരെയാണ് ഡൽഹി കേന്ദ്രമായി ഭരിച്ചത്. 1545 ഇദ്ദേഹം മരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ദുർബലരായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് CE 1555 ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചു പിടിച്ചു. ഇനി ഒരു ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത്. അക്ബറുടെ കാലഘട്ടത്തിലെ ഇന്ത്യ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് അക്ബറുടെ കാലഘട്ടത്തിൽ? കാബൂള്, കാശ്മീർ, മുൾത്താൻ, ഡൽഹി, ബീഹാർ, ബംഗാൾ, മാൾവ, ഗാൻഡേഷ്, ഗുജറാത്ത്. ഈ പ്രദേശങ്ങളൊക്കെ എന്താണ്? അക്ബറുടെ കാലഘട്ടത്തിൽ മുഗൾ ഭരണത്തിന് കീഴിലായിരുന്നു. ഏതൊക്കെയാണ്? ഒന്നുകൂടി നോക്കാം. കാബൂൾ, കാശ്മീർ, അതുപോലെ മുൾത്താൻ, ഡൽഹി, ബീഹാർ, ബംഗാൾ, ഇനി മാൾവ, ഗാൻഡേഷ്, ഗുജറാത്ത്. ഇത്രയും പ്രദേശങ്ങളൊക്കെ എന്താണ്? അക്ബറുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അടുത്തതായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് അക്ബർ നാമയും ഐൻ ഇ അക്ബരിയും. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർ നാമ. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം അക്ബറുടെ മുൻഗാമികളെയും, രണ്ടാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെയും, മൂന്നാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെയും പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ ഭാഗം ഐൻ ഇ അക്ബരി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അക്ബർ നാം എന്താണ്? അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ എഴുതിയ ഒരു ചരിത്ര കൃതിയാണ് അക്ബർ നാമ. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം എന്താണ്? അക്ബറുടെ മുൻഗാമികളെ പറ്റിയാണ്. രണ്ടാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെ പറ്റിയും, മൂന്നാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം എന്താണ് അറിയപ്പെടുന്നത്? ഐൻ ഇ അക്ബരി. ഐൻ ഇ അക്ബരി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി എന്താണ്? ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലെ ഇന്ത്യ എന്നുള്ള ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ജാട്ടുകൾ, രജപുത്രർ, മറാത്തകൾ ഇത്രയും വംശമാണ് അന്ന് ഉണ്ടായിരുന്നത്. ജാട്ടുകളും രജപുത്രർ, മറാത്ത വംശമൊക്കെ ആയിരുന്നു അന്ന് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസേബിൻ്റെ കാലത്തായിരുന്നു. എന്താണ്? ഇനി 50 വർഷക്കാലം അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ട്. 50 വർഷക്കാലം ഔറംഗസേബ് ഭരണം നടത്തിയിട്ടുണ്ട്. ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി. എങ്കിലും 1857 വരെ ആ രാജവംശം നിലനിന്നു. എന്താണ്? 1857 വരെയാണ് മുഗൾ രാജവംശം നിലനിന്നിരുന്നത്. അടുത്ത ഹെഡിംഗ് ആണ് ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങൾ. മധ്യകാല ഇന്ത്യയിലെ ഒരു അധികാര കേന്ദ്രമെന്ന നിലയിലുള്ള ഡൽഹിയുടെ വളർച്ചയാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഈ കാലയളവിൽ ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നിലനിന്നിട്ടുള്ള മറ്റ് പ്രധാന രാജ്യങ്ങളുടെ പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ചോളരാജ്യം, വിജയനഗരം, ബാഹ്മിനി, മറാത്ത. അപ്പോൾ ഏതൊക്കെ പ്രദേശം? ചോളരാജ്യവും വിജയനഗരവും ബാഹ്മിനിയും ദക്ഷിണേന്ത്യയിലായിരുന്നു. മറാത്ത പശ്ചിമേന്ത്യയിലുമായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ദക്ഷിണേന്ത്യയിലുള്ള രാജ്യം? ചോളരാജ്യം, വിജയനഗരം, ബാഹ്മിനി.
ദക്ഷിണേന്ത്യയിലാണ്. പശ്ചിമേന്ത്യയിൽ ഏതാണ്? മറാത്തയായിരുന്നു. ചോളരാജ്യം എന്താണെന്ന് നോക്കാം. C9 നൂറ്റാണ്ടോടെയാണ് ചോള രാജ്യവംശം പ്രബലമായത്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. ശക്തമായ നാവികസേന ചോളന്മാർക്കുണ്ടായിരുന്നു. ഇവരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ C9 നൂറ്റാണ്ടോടെയാണ് ചോള രാജവംശം പ്രബലമായത്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. ശക്തമായ നാവികസേന ചോളന്മാർക്കുണ്ടായിരുന്നു. ഇവരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. അതിൻ്റെ ഒരു ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വിജയനഗരം എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ഠവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. വിജയനഗര രാജ്യത്തെക്കുറിച്ച് പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുൽ റസാഖിൻ്റെ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? വിജയനഗര രാജ്യത്ത് ധാരാളം തുറമുഖങ്ങളുണ്ടായിരുന്നു അല്ലേ? 300 തുറമുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണ്ടിവരും. അതുപോലെ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ഠവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്താണ് പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുൽ റസാഖിൻ്റെ ഈ വിവരണത്തിലുള്ളത്. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. CE 14 നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഹരിഹരൻ ബുക്കൻ എന്നിവരായിരുന്നു. കൃഷ്ണദേവരായരായിരുന്നു വിജയനഗര രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരി. അപ്പോൾ CE 14 നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഹരിഹരൻ ബുക്കൻ എന്നിവരായിരുന്നു. കൃഷ്ണദേവരായരായിരുന്നു വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. ഇനി കൊടുത്തിട്ടുള്ളത് ബാഹ്മിനി രാജ്യമാണ്. അലാവുദ്ദീൻ ഹസൻ ബാഹ്മൻ ഷാ ആയിരുന്നു ബാഹ്മിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റെയ്ച്ചൂർ പ്രദേശം ഫലഭൂയിഷ്ഠമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും ബാഹ്മിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ബാഹ്മിനി രാജ്യമാണ് അടുത്തത്. അലാവുദ്ദീൻ ഹസൻ ബാംഷാ ആയിരുന്നു ഇതിൻ്റെ സ്ഥാപകൻ. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റെയ്ച്ചൂർ പ്രദേശമാണ് ഫലഭൂയിഷ്ഠമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ടത് തുംഗഭദ്ര, കൃഷ്ണ നദികൾക്കിടയിൽ കിടക്കുന്ന റെയ്ച്ചൂർ പ്രദേശത്തെയാണ്. ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും അതുപോലെ ബാഹ്മിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. അടുത്തത് മറാത്ത രാജ്യം. CE 14 നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ മറാത്തകളുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ചു. വിന്ധ്യ, സത്പുര പർവ്വതങ്ങളും നർമ്മദ, താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. CE 17 നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ മറാത്തകളുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ചു. വിന്ധ്യ, സത്പുര പർവ്വതങ്ങളും നർമ്മദ, താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപത്തെ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. അപ്പോൾ ഇനി മറാത്ത രാജ്യത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ എന്നുള്ളൊരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇനി മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? ശിവജി ആയിരുന്നു. ഛത്രപതി എന്ന സ്ഥാനപ്പേർ അദ്ദേഹം സ്വീകരിച്ചു. ശക്തമായ നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഇത് അവരെ സഹായിച്ചു. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ ആയിരുന്നു. നമുക്ക് ഈ ഒരു ഭൂപടത്തിൽ നോക്കിയാൽ കാണാം, നേരത്തെ തന്നിട്ടുള്ള മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ ആയിരുന്നു. ആരായിരുന്നു അവിടുത്തെ പ്രധാന ഭരണാധികാരി? ഛത്രപതി ശിവജി ആയിരുന്നു. ഛത്രപതി എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന് ശക്തമായ നാവികസേനയും കരസേനയും ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഈ ഒരു മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകത. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മധ്യകാലഘട്ടം അല്ലേ, CE 8 നൂറ്റാണ്ട് മുതൽ 18 നൂറ്റാണ്ട് വരെയുള്ള മധ്യകാലഘട്ടത്തിൽ
നമ്മുടെ ഡൽഹിയിലെ അധികാര കേന്ദ്രം എന്ന നിലയിൽ ഡൽഹിയുടെ ഒരു ഭരണത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? സൽത്തനത്ത് കാലഘട്ടം, അതുപോലെ മുഗൾ കാലഘട്ടം, അതുപോലെ ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും രാജ്യങ്ങളെ പറ്റി പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ചോള രാജ്യം, വിജയരാജ്യം, അതുപോലെ തന്നെ എന്താണ്? ബാഹ്മിനി, മറാത്ത. ഇതിൽ ചോള രാജ്യവും അതുപോലെ തന്നെ വിജയനഗരവും അതുപോലെ ബാഹ്മിനി എവിടെയായിരുന്നു? ദക്ഷിണേന്ത്യയിലായിരുന്നു. മറാത്ത എവിടെയാണ്? പശ്ചിമേന്ത്യയിലുമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.